വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ലൈഫ് ഇൻഷുറൻസിനെയും ഫയർ ഇൻഷുറൻസിനെയും കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അതിലാദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. ഏതൊക്കെ തരത്തിലുള്ള ഇൻഷുറൻസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. ജനറൽ ഇൻഷുറൻസിനെ വീണ്ടും നമ്മൾ 3ആയിട്ട് തരംതിരിക്കുകയാണ്: ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, അതർ ഇൻഷുറൻസ്. അതർ ഇൻഷുറൻസ് ഇൻക്ലൂഡ്സ് ബർഗ്ലറി ഇൻഷുറൻസ്, കാറ്റിൽ ഇൻഷുറൻസ്, ക്രോപ്പ് ഇൻഷുറൻസ്, സ്പോർട്സ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, രാജേശ്വരി മഹിളാ കല്യാൺ ബീമാ യോജന, അമർത്യ സെൻ ശിക്ഷാ യോജന, വെഹിക്കിൾ ഇൻഷുറൻസ്. ഇത്രയാണ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസിൽ പ്രധാനമായിട്ട് നമ്മൾക്ക് സിലബസ് പ്രകാരം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എന്താണ് ഇൻഷുറൻസ് എന്ന് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ഇൻഷുറൻസ്? യെസ്, ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഇൻ വിച്ച് ഇൻഷുറൻസ് കമ്പനി agrees to pay compensation to insured in case of loss. For that, insurance company collects a regular amount from the insured called premium. ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. ആ കോൺട്രാക്റ്റ് പ്രകാരം ആരാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അവർക്ക് ലോസ് സംഭവിക്കുകയാണെങ്കിൽ ആ ലോസ് ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേറ്റ് ചെയ്തുകൊള്ളാം എന്നൊരു എഗ്രിമെൻ്റാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക. ആ ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് പകരമായിട്ട് ആരാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അയാളെയാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. ആ ഇൻഷുർഡ് ഒരു റെഗുലർ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കണം. അതിനെയാണ് പറയുന്നത് പ്രീമിയം എന്ന് പറയുന്നത്. ഇതാണ് ഇൻഷുറൻസ്. നമുക്ക് നോക്കാം എന്തായിരിക്കാം ലൈഫ് ഇൻഷുറൻസ്. യെസ്, ഒരാളുടെ ജീവന് മുകളിൽ അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിൻ്റെ മുകളിൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയാം. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഷുറൻസ് പോളിസി എമൗണ്ട് എത്രയാണോ ആ പോളിസി എമൗണ്ട് ആരുടെ ലൈഫിൻ്റെ മുകളിലാണോ ഇൻഷുറൻസ് എടുക്കുന്നത് ഒന്നുകിൽ അയാൾ മരണപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം എത്തിക്കഴിഞ്ഞാൽ ആ പോളിസി എമൗണ്ട് അവർക്ക് നൽകും. ഇവിടെ ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ചിടത്തോളം പോളിസി എമൗണ്ട് അവർക്ക് തിരികെ ലഭിക്കും. അതൊന്നുകിൽ ഡെത്തിന് ശേഷമായിരിക്കും, അല്ല എങ്കിൽ ഒരു നിശ്ചിത കാലയളവിന് ശേഷമായിരിക്കും, അതുമല്ല എങ്കിൽ അയാൾക്ക് ഒരു പർട്ടിക്കുലർ ഏജ് എത്തുന്ന സമയത്തായിരിക്കും. ഇവിടെ ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന പ്രീമിയം നമുക്ക് പൂർണ്ണമായിട്ടും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതെങ്ങനെയായാലും നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അതൊന്നുകിൽ അയാളുടെ ഡെത്ത് സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം എത്തുന്ന സമയത്തായിരിക്കും, അല്ല എങ്കിൽ അയാൾക്ക് ഒരു നിശ്ചിത ഏജ് എത്തുന്ന സമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് പറയാം അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് എന്ന് നമുക്ക് പറയാം. ഇനി ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ ആരുടെ ലൈഫാണോ ഇൻഷുർ ചെയ്യുന്നത് അയാളെയാണ് പറയുന്നത് അഷ്വേർഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചത് ഇൻഷുർഡ് എന്നായിരുന്നു, ഇവിടെ നമുക്ക് അഷ്വേർഡ് എന്ന് നമുക്ക് പറയാം. ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഷുറർ. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഇൻ വിച്ച് ദി ഇൻഷുറൻസ് കമ്പനി അഗ്രീസ് ടു പേ ദി അഷ്വേർഡ് എ ഫിക്സഡ് എമൗണ്ട് ഓർ എ പോളിസി എമൗണ്ട് either on the death of the insured or assured or on the expiry of a certain period. ഇനി നമുക്ക് നോക്കാം മെയിൻ എലമെൻറ്റ്സ് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട്. ഫസ്റ്റ്, ദി ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് മസ്റ്റ് ഹാവ് ഓൾ ദി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ ഘടകങ്ങളും ഒരു ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിനും ഉണ്ടായിരിക്കണം. സെക്കൻഡ്, ദി കോൺട്രാക്റ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. പരമമായ ഉത്തമ വിശ്വാസത്തിലുള്ള ഒരു കരാറായിരിക്കണം ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആരാണോ
ഇൻഷുറൻസ് എടുക്കുന്നത് അവരും ഇൻഷുറൻസ് കമ്പനിയും എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തിരിക്കണം, പരസ്പരം വെളിവാക്കിയിരിക്കണം. അങ്ങനെ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി തൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, തനിക്കുള്ള അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇൻഷുറൻസ് കമ്പനിയെ ധരിപ്പിച്ചിരിക്കണം. അതുപോലെ ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അഷ്വേർഡിനെ ആ സമയത്ത് തന്നെ അറിയിച്ചിരിക്കണം. നെക്സ്റ്റ്, ദി ഇൻഷുർഡ് മസ്റ്റ് ഹാവ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദി ലൈഫ് അഷ്വേർഡ്. ആരാണോ പോളിസി എടുക്കുന്നത് ആ പോളിസി എടുക്കുന്ന വ്യക്തിക്ക് ഇൻഷുർ ചെയ്യപ്പെട്ട ജീവനിൽ ഇൻഷുർ ചെയ്യാനുള്ള താല്പര്യമുണ്ടായിരിക്കണം. ആരുടെ ലൈഫിൻ്റെ മുകളിലാണോ ഇൻഷുറൻസ് എടുക്കുന്നത് ആ ലൈഫിൻ്റെ മുകളിൽ ഇയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യമുണ്ടായിരിക്കണം. അത് വ്യക്തിബന്ധം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം തന്നെ ആയിരിക്കണം എന്നില്ല, മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഷുർ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ലൈഫിൻ്റെ മുകളിൽ ഒരാൾക്ക് പോളിസി എടുക്കാൻ വേണ്ടി പറ്റില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ഒന്നുകിൽ മുതലാളി തൊഴിലാളി, അല്ലെങ്കിൽ അച്ഛൻ അമ്മ, അല്ലെങ്കിൽ കുട്ടികൾ, അല്ലെങ്കിൽ വൈഫ്, അല്ലെങ്കിൽ ഹസ്ബൻഡ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തമ്മിലുള്ള റിലേഷൻ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ലൈഫ് ഇൻഷുറൻസിൻ്റെ മറ്റൊരു എലമെൻറ്റ്. നെക്സ്റ്റ്, ദി ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഈസ് നോട്ട് എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. ഇത് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി അല്ല എന്നാണ് പറയുന്നത്. കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് എത്ര രൂപയുടെ ലോസ് ആണോ സംഭവിക്കുന്നത് അത്രയും രൂപ മാത്രമേ മാക്സിമം ഇൻഷുറൻസ് കമ്പനി നമുക്ക് കോമ്പൻസേഷൻ തരൂ. അതിൽ കൂടുതൽ എമൗണ്ട് ഒരു കാരണവശാലും തരില്ല. കാരണം ഇൻഷുറൻസ് കമ്പനി ഒരു കാരണവശാലും ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി അനുവദിക്കില്ല. അതാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അത് ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല. കാരണം ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ജീവൻ്റെ വില എത്രയാണ് എന്ന് നിശ്ചയിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ പോളിസി എമൗണ്ട് മുഴുവനായിട്ടും ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യും. അതുകൊണ്ടാണ് ലൈഫ് ഇൻഷുറൻസ് ഈസ് നോട്ട് എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്. ഫസ്റ്റ്, ഹോൾ ലൈഫ് പോളിസി, ആയുഷ്കാല പോളിസി. ഹോൾ ലൈഫ് പോളിസി അല്ലെങ്കിൽ ആയുഷ്കാല പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോളിസി എമൗണ്ട് ആരുടെ ലൈഫിൻ്റെ മുകളിലാണോ പോളിസി എടുത്തിരിക്കുന്നത് അയാളുടെ മരണശേഷം മാത്രമേ പേ ചെയ്യുകയുള്ളൂ. അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പോളിസി എമൗണ്ട് കൊടുക്കുകയില്ല. അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ അനന്തരാവകാശികൾക്ക് മാത്രമേ ആ പോളിസി എമൗണ്ട് കൊടുക്കുകയുള്ളൂ. അതെത്തരം പോളിസികളെയാണ് ഹോൾ ലൈഫ് പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എൻഡോമെൻറ്റ് ലൈഫ് അഷുറൻസ് പോളിസി. എൻഡോമെൻറ്റ് ലൈഫ് അഷുറൻസ് പോളിസി എന്ന് പറയുമ്പോൾ ആ പോളിസി എമൗണ്ട് ഒന്നുകിൽ അഷ്വേർഡിന് ഒരു പർട്ടിക്കുലർ ഏജ് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളുടെ ഡെത്ത് സമയത്ത് ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് പോളിസി എമൗണ്ട് പേ ചെയ്യും. അപ്പോൾ അയാളുടെ മരണമാണ് ആദ്യം സംഭവിക്കുന്നതെങ്കിൽ ആ സമയത്ത് ഇൻഷുറൻസ് കമ്പനി ആ പോളിസി എമൗണ്ട് അയാളുടെ അനന്തരാവകാശികൾക്ക് പേ ചെയ്യും. അല്ല എങ്കിൽ അയാൾക്കൊരു പർട്ടിക്കുലർ ഏജ് എത്തിക്കഴിഞ്ഞാൽ ആ പോളിസി എമൗണ്ട് അയാൾക്ക് തന്നെ പേ ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് ജോയിൻറ്റ് ലൈഫ് പോളിസി, സംയുക്ത പോളിസി. ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ആൾക്കാരുടെ ലൈഫിൻ്റെ മുകളിൽ ഒരു സിംഗിൾ പോളിസി എടുക്കുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടോ അതിലധികമോ ആൾക്കാരുടെ പേരിൽ ഒരു സിംഗിൾ പോളിസിയാണ് അവിടെ എടുക്കുന്നത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു ജോയിൻറ്റ് ലൈഫ് പോളിസി എടുത്തു കഴിഞ്ഞാൽ അതിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പോളിസി എമൗണ്ട് പൂർണ്ണമായിട്ടും പേ ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് ആന്വിറ്റി പോളിസി. ആന്വിറ്റി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്വേർഡിന് ഒരു പർട്ടിക്കുലർ ഏജ് എത്തിക്കഴിഞ്ഞാൽ പോളിസി എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്യും. പക്ഷെ ആ പേ ചെയ്യുന്നത് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടായിരിക്കും. ഒന്നുകിൽ മന്ത്ലി, അല്ലെങ്കിൽ ക്വാർട്ടേർലി, അല്ലെങ്കിൽ ഹാഫ് ഇയർലി, അല്ലെങ്കിൽ ഇയർലി. അങ്ങനെ അഷ്വേർഡിന് ഒരു പർട്ടിക്കുലർ ഏജ് എത്തിക്കഴിഞ്ഞാൽ ആ പോളിസി എമൗണ്ട് പേ ചെയ്യും. അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കും പേ ചെയ്യുക. മന്ത്ലിയോ, ക്വാർട്ടേർലിയോ, ഹാഫ് ഇയർലിയോ,
ഇയർലിയോ ആയിട്ടായിരിക്കും പേ ചെയ്യുക. അത്തരം പോളിസികളെയാണ് ആനുറ്റി പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ചിൽഡ്രൻസ് എൻഡോമെൻറ്റ് പോളിസി. ചിൽഡ്രൻസ് എൻഡോമെൻറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ മാതാപിതാക്കൾ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു പർട്ടിക്കുലർ ഏജ് എത്തിക്കഴിഞ്ഞാൽ ഒരു 18 വയസ്സോ 20 വയസ്സോ എത്തുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി ആ പോളിസി എമൗണ്ട് ആ കുട്ടിക്ക് പേ ചെയ്യുന്നു. അങ്ങനെയുള്ള പോളിസികളെയാണ് പറയുന്നത് ചിൽഡ്രൻസ് എൻഡോമെൻറ്റ് പോളിസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ ഇൻഷുറൻസ് ഫയർ ഇൻഷുറൻസ്. ഇപ്പോൾ ഫയർ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് ഇൻഷുർഡ്. And in that contract, insurance company agrees to pay compensation to the insured in case of loss due to fire. തീപിടുത്തത്തിലൂടെ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ ഞങ്ങൾ തന്നുകൊള്ളാം എന്ന് ഇൻഷുറൻസ് കമ്പനി അഗ്രി ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റിന് നമുക്ക് ഫയർ ഇൻഷുറൻസ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കാം മെയിൻ എലമെൻറ്റ്സ് ഓഫ് എ ഫയർ ഇൻഷുറൻസ് കോൺട്രാക്റ്റ്. അഗ്നിബാധ ഇൻഷുറൻസിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻ ഫയർ ഇൻഷുറൻസ് ദി ഇൻഷുർഡ് മസ്റ്റ് ഹാവ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസിൻ്റെ കേസിലും ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണോ ഇൻഷുർ ചെയ്യുന്നത് ആ ഇൻഷുർ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ മുകളിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. ആ പ്രോപ്പർട്ടി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലോസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റൂ. നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമുക്ക് ഫയർ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ആ ഒരു ഒബ്ജക്റ്റുമായിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ടായിരിക്കണം. അല്ല എങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് ഫിനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ലോസ് സംഭവിച്ചിരിക്കണം. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ലോസ് സംഭവിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. നെക്സ്റ്റ്, ദി കോൺട്രാക്ട് ഓഫ് ഫയർ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരമമായ ഉത്തമ വിശ്വാസം. ഇൻഷുറൻസ് എടുക്കുന്നയാളും ഇൻഷുറൻസ് കമ്പനിയും രണ്ടുപേരും എല്ലാ വിവരങ്ങളും പരസ്പരം ഷെയർ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ദി കോൺട്രാക്ട് ഓഫ് ഫയർ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് സ്ട്രിക്റ്റ് ഇൻഡെംനിറ്റി. നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പഠിക്കുമ്പോൾ പഠിച്ചു അത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ബാധകമല്ല എന്ന് പഠിച്ചു. പക്ഷെ ഇവിടെ ഫയർ ഇൻഷുറൻസിൻ്റെ കേസിൽ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ ഫയർ ഇൻഷുറൻസിൽ നമുക്ക് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയുടെ നഷ്ടമാണോ നമുക്ക് ആക്ച്വലി സംഭവിച്ചത് മാക്സിമം അത്രയും പൈസ മാത്രമേ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യൂ. അതിൽ കൂടുതൽ പോളിസി എമൗണ്ട് മുഴുവനായിട്ടും പേ ചെയ്യില്ല. എത്ര രൂപയുടെ നഷ്ടമാണോ ഉള്ളത് അത് കോമ്പൻസേറ്റ് ചെയ്യുമെന്നല്ലാതെ ഒരു കാരണവശാലും കൂടുതൽ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യില്ല. നെക്സ്റ്റ്, ദി ഇൻഷുറർ ഈസ് liable to compensate only when fire is the proximate cause of damage or loss. ഏറ്റവും സമീപസ്ഥ കാരണമെന്ന് പറയുന്നത് ഫയർ ആണെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം കൊടുക്കൂ. കാരണം ഫയർ ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഫയർ ഇൻഷുറൻസ് ആകുമ്പോൾ നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ ഇൻഷുർ ചെയ്തിരിക്കുന്നത് അത് ഫയർ കാരണം നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി അവിടെ കോമ്പൻസേഷൻ കൊടുക്കുകയുള്ളൂ. ഇത്രയാണ് 4 പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് വരുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.